കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും തിരുവനന്തപുരം കിഴക്കേക്കോട്ട രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ സി ധനീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജില്ലാതലത്തിലെ മറ്റംഗങ്ങളും പങ്കെടുത്തു. യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും എന്റെ കൊച്ചനുജനുമായ ശ്രീ ധനീഷ് ചന്ദ്രൻ, സ്വാഗതം ആശംസിച്ച ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വള്ളറ രാജേന്ദ്രൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മേച്ചേരി, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോഷി ബാസു, ഭരണാധികാരി ശ്രീ പി സി ജേക്കബ്, ചുമതലപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ എ ജെ ഷാജഹാൻ, സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ കെ വി അബ്ദുൽ ഹമീദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീ എം കെ തോമസ് കുട്ടി, ശ്രീ അഹമ്മദ് ഷെരീഫ്, ശ്രീ ബാബു കോട്ടയിൽ, ശ്രീ ബാബു ഹാജി, സംസ്ഥാന സെക്രട്ടറി ശ്രീ വൈ വിജയൻ, ശ്രീ ജോർജ് ടി ജോയ്, ശ്രീ സബിരാജ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ സലീം രാമനാട്ടുകര, ജില്ലയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയ ശ്രീ ഇ എം ബഷീർ, സീനിയർ വൈസ് പ്രസിഡന്റുമാരായ നവോദയ കൃഷ്ണൻകുട്ടി, ശ്രീ വള്ളറ സുകുമാരൻ, ശ്രീ ഗോപകുമാർ അടക്കമുള്ള ഏകോപന സമിതിയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, തിരുവനന്തപുരം ജില്ല എന്ന് വെച്ചാൽ വിപ്ലവം സൃഷ്ടിച്ചൊരു ജില്ലയാണ്. സംസ്ഥാനത്തെ ഞെട്ടിച്ച ഒരു ജില്ലയാണ്. അനീതി കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുമെന്ന് തെളിയിച്ച ജില്ലയാണ്. അപ്പൊ നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ എനിക്കേറെ അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയുടെ കൗൺസിലായി വന്നിട്ടുള്ളവരാണ്. ആദ്യമായി ജില്ലാ കൗൺസിലായി തെരഞ്ഞെടുക്കപ്പെട്ടവർ നിങ്ങൾ ഓരോരുത്തരെയും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, വ്യക്തിവിരോധത്തിന് വേണ്ടി തോമസ് കുട്ടിയെ വെളിപ്പെടുക്കാൻ ശ്രമിച്ചാൽ അത് തോമസ് കുട്ടിക്ക് എന്താ കൊള്ളുന്നത്, അത് തനിക്ക് തന്നെയാണ് കൊള്ളുന്നത് തെളിയിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതാണ് ചരിത്രം. ഈ സംഘടനയുടെ നിലനിൽപ്പ് നമ്മുടെ പദ്ധതികളാണ്. ഞാൻ പദ്ധതി നടത്തുമ്പോൾ മറ്റൊരു പദ്ധതി നടത്തുന്ന ആളിനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് സംസ്ഥാനത്ത് ആകമാനം സംഘടനയെ തകർക്കുമെന്നുള്ള വസ്തുത തിരിച്ചറിയാതെ പോയ ബുദ്ധിയില്ലാത്ത ചില നേതാക്കളുടെ പ്രവർത്തനമാണ് ജില്ലയിൽ ഭരണമാറ്റത്തിന് നിങ്ങൾ മുൻകൈ എടുത്തതെന്ന് എനിക്കറിയാം. എന്താണ് നമ്മുടെ സംഘടന? നമുക്കറിയാം, നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യാപാരികളിൽ നിന്ന് സാമ്പത്തികമായി കളക്ഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ചെന്നാൽ 10,000 കൊടുക്കുമെങ്കിൽ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹി ഒരു കച്ചവടക്കാരനെ ചെന്നാൽ 100 രൂപ വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മുടെ സംഘടനയിലെ കച്ചവടക്കാരുടെ പൊതുവായ സ്വഭാവം. കാരണം നമ്മൾ സൗഹൃദമാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ സംഭാവനയ്ക്ക് ചെയ്യുമ്പോൾ തന്നില്ല എന്ന് വിചാരിച്ച് നമ്മളവരുടെ കടതല്ലി പൊട്ടിക്കില്ല, അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ ചെല്ലുമ്പോൾ അവരെ ഭയമാണ്. അതാണ് നമ്മുടെ നേതാക്കൾ ഇത്തരം പദ്ധതികളുമായി വരികയും ആ പദ്ധതികളുടെ പേരിൽ നമുക്ക് ചെറിയ സഹായങ്ങൾ സംഘടനയ്ക്ക് ഉണ്ടാകുകയും ആ സഹായങ്ങൾ
ആയിരക്കണക്കിന് വ്യാപാര ഭൂമികളായി മാറുകയും അതുപോലെ ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അവരുടെ കുടുംബനാഥം നഷ്ടപ്പെടുമ്പോൾ കോടിക്കണക്കിന് തൃശ്ശൂർ ജില്ലയിൽ മാത്രം 100 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ദേവസേന ജില്ലയിൽ അതുപോലെ കോടികൾ. ഓരോ ജില്ലയിൽ കൂടിയെടുത്താൽ ഞാൻ കൂട്ടി നോക്കുമ്പോൾ 1000 കോടിയോളം രൂപയാണ് നമ്മുടെ കുടുംബനാഥന്മാർ നഷ്ടപ്പെട്ട വീടിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ ചില നെഗറ്റീവുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറെ മാസം വെച്ച് കഴിയുമ്പോൾ, ഒരു മാസം വെക്കാതായി പോയാൽ ചിലപ്പോൾ ആ പദ്ധതിയിൽ നിന്ന് പുറത്താകുമ്പോൾ സ്വാഭാവികമായും പൊതുവെ സംസ്ഥാനത്തിനുള്ള നിയമം അനുസരിച്ച് പദ്ധതിയിൽ ഇല്ലാത്തവർക്ക് ആ പണം കൊടുക്കാൻ പറ്റില്ല. അതൊരു ഒരു 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 വ്യവസ്ഥിതിയാണ്, ഒരു നിയമമാണ്. അങ്ങനെ ചിലർക്ക് നമ്മളോട് നെഗറ്റീവ് ഉണ്ടെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ പദ്ധതിയിൽ കറക്റ്റായി പ്രവർത്തിച്ചാൽ അത് സംഘടനയ്ക്ക് നല്ലതാണ്, വ്യക്തികൾക്ക് നല്ലതാണ്. പലതുള്ളിൽ പെരുവെള്ളം എന്ന പോലെ നമ്മൾ 10 പേര് ചേരുമ്പോൾ 1000 രൂപ കിട്ടുന്നത് പോലെ നമ്മൾ 10,000 രൂപ ചേരുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി കാണാൻ പറ്റില്ല. നമുക്കൊരു ഞെരുക്കം കാണും. അപ്പൊ അത്തരം പദ്ധതികളെ നമ്മൾ നടത്തുമ്പോൾ മറ്റുള്ളവർ നടത്താൻ പാടില്ല എന്ന തരത്തിൽ ഒരിടത്ത് അമ്പ് ചെയ്താൽ ആ അമ്പ് പലയിടത്തും എത്തുമെന്നുള്ള വസ്തുത തിരിച്ചറിയാതെ പോയതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പല ജില്ലകളിലും കേസുകളുമായി ആളുകൾ വന്നത്. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കാതെ ശ്രീ ധനീഷ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ ജില്ലാ കമ്മിറ്റിയുടെ നിലവിൽ വരുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾക്കാണ് പണം കൊടുക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതിക്കകത്ത് ചേർത്തിട്ടുള്ളത് നമ്മൾ 60 വയസ്സ് എന്നൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാനദണ്ഡവുമില്ലാതെ ഇഷ്ടക്കാലം മുഴുവൻ തിരികെ കയറ്റി മരണസംഖ്യ വർദ്ധിച്ചത് കാരണം അംഗങ്ങൾക്ക് പണമടയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നശിപ്പിക്കുന്ന തരത്തിൽ ബാങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇഷ്ടക്കാർക്ക് പണം കൊടുത്ത് ബാങ്കിന് ബാധ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. വെള്ളറെ ആയതിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം അതെല്ലാം വ്യവസ്ഥാപിതമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സംഘടനയുടെ മുഖം നശിപ്പിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് ആ മുഖത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇപ്പോൾ പ്രത്യേകം ശ്രീ ധനീഷ് ചന്ദ്രൻ സംഘടന പ്രസിഡന്റ് ആകുന്നത് തന്നെ നിങ്ങൾക്കറിയാം. വ്യാപാര സംരക്ഷണ യാത്ര അടക്കം ഏകോപന സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പരിപാടികളും ശ്രീ ടി നസറുദ്ദീന്റെ കാലം മുതൽ ഇവിടെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു. ടി നസറുദ്ദീൻ എന്ന മഹാനായ മരണപ്പെട്ടപ്പോൾ ഒരു ഫ്ലെക്സ് വെക്കാൻ ശ്രീ ധനീഷ് ചന്ദ്രൻ കാണിച്ച ധൈര്യം പോലും ജില്ലാ കമ്മിറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇവർക്കും അറിയാവുന്നതാണ്. മരണപ്പെട്ടാൽ പോലും പക തീരാത്ത ചില നേതാക്കൾ, അവരാണ് ഈ സംഘടനയ്ക്ക് ശാപം. നസറുദ്ദീൻ ചെയ്ത സേവനങ്ങളെ കുറിച്ച് എണ്ണി നിങ്ങൾക്കറിയാം. നമ്മൾ ഒരു കാലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നിരിക്കുമ്പോൾ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ അതിക്രൂരമായ ഇടപെടൽ കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് രാജ്യത്ത് കടമുട്ടിപ്പോയിടത്ത് അതെല്ലാം അവസാനിപ്പിക്കുന്നതിന് ഉരുക്കുമുഷ്ടിയോടെ മുന്നിൽ നിന്ന് കേരളത്തിൽ പോരാടിയ നേതാവാണ് ടി നസറുദ്ദീൻ. അദ്ദേഹത്തെ തകർക്കാൻ മാത്രമല്ല ശ്രമിച്ചത്, എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാണ്. തിരുവനന്തപുരം ജില്ലയിൽ ടി നസറുദ്ദീൻ പങ്കെടുക്കുന്ന ഏക പരിപാടി ഈ തെരഞ്ഞെടുപ്പ് യോഗം മാത്രമായിരുന്നു. ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റിന് എത്രമാത്രം യോഗങ്ങൾ അവിടെ പങ്കെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരമാവധി ജില്ലാ കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യുവാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യൂണിറ്റ് തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് പ്രധാനപ്പെട്ട നേതാവിനെ പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങൾ നടത്തുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി ഇടപെടുവാനും അത് നിർദ്ദേശം കൊടുക്കുവാനും അവയ്ക്ക് വേണ്ട പരിഹാരം ഉണ്ടാക്കാനും ജില്ലാ കമ്മിറ്റിയിൽ കഴിയുന്നത് ആ ഉന്നതനായ നേതാവ് പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു 3 മാസമായി യൂണിറ്റ് മുന്നോട്ട് പോകും. പിന്നീട് ഇല്ല യൂണിറ്റ്, നമുക്കറിയാം പല യൂണിറ്റിന്റെയും ശക്തി നിങ്ങളെ പോലെ കരുത്തരായ ആൾക്കാരാണ്. നിങ്ങളെ ഒരു നിമിഷം നിങ്ങളെ ആരെങ്കിലും ഇവിടെ പരാജയപ്പെടുത്തി പുതിയ ആൾ വന്നാൽ അവിടെ നിന്ന് വിപ്ലവം ഉണ്ടാകുമെന്ന് വിചാരിക്കണം. അവിടെ
കുത്തനച്ച് പെരുപ്പുറം തൂക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കുത്തനച്ച് മാത്രമായിരിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ യൂണിറ്റ് കാണത്തില്ല, പ്രവർത്തനം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയെ വളരെ കൃത്യതയോടുകൂടി തന്നെ യൂണിറ്റുകൾ നന്നായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അവ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യമാണ്. എന്നതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റികളെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് എന്തെങ്കിലും സാമ്പത്തിക കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലാത്ത പക്ഷം ആ ജില്ലാ കമ്മിറ്റിയെ നിലനിർത്തി കൊണ്ടുപോകാൻ പൂർണ്ണമായും സംസ്ഥാന കമ്മിറ്റി ശ്രദ്ധിക്കുന്നുള്ള കാര്യം വളരെ ശക്തമായ ഭാഷയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് വെച്ചാൽ നല്ലത് നടക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി നടക്കണം. ഈ പ്രസ്ഥാനത്തിൽ പ്രതിപക്ഷമില്ല, ഈ പ്രസ്ഥാനത്തിൽ ഒരു പക്ഷങ്ങളുണ്ട്. നമ്മളെല്ലാം വ്യാപാരി പക്ഷമാണ്. ഇതാണ് സംഘടന നയം. സി ധനീഷ് ചന്ദ്രൻ, ശ്രീ വൈ വിജയൻ, ഇവിടെ ശ്രീ വൈ വിജയനും ശ്രീ ധനീഷ് ചന്ദ്രനും ചേർന്നുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ പുതിയ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. അവിടെ വൈ വിജയനെയായിരുന്നു ശ്രീ ധനീഷ് ചന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വളരെ മുന്നോട്ട് പോയി. അവസാനം ശ്രീ വൈ വിജയൻ പറഞ്ഞു, ഇല്ല, കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ധനീഷ് ഇരിക്കട്ടെ, ഞാൻ പിന്മാറുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ധനീഷ് ചന്ദ്രനെ കൈ പിടിച്ചു ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിർത്തി. അതാണ് നേതാവ്. തന്നേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുഴുവനെടുത്ത് പ്രവർത്തിക്കുവാൻ യോജിച്ച ഒരാളാണ് ശ്രീ ധനീഷ് എന്ന് തോന്നിയത്. അങ്ങനെ തോന്നുന്നത് അതാണ് ഒരു നേതൃത്വ ഗുണം. എല്ലാം എനിക്ക് എന്നതല്ല വരുത്, മറിച്ച് സംഘടനയ്ക്ക് എന്താണ് നല്ലത്, എന്താണ് കൂടുതൽ മെച്ചം, അത് തിരിച്ചറിഞ്ഞ ശ്രീ വൈ വിജയനെ സംസ്ഥാന കമ്മിറ്റിയുടെ വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളാണ്. ശ്രീ വൈ വിജയനെ ശ്രീ ധനീഷ് ചന്ദ്രൻ പല ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വ്യാപാരി ശബ്ദം. വ്യാപാരി ശബ്ദം മാസിക ഇന്ന് കേരളത്തിൽ 80,000 കോപ്പി പിൻവിടുമ്പോൾ 10,000 കോപ്പി പിൻവിട്ട ഏതാണ്ട് 3 ജില്ലകളിൽ ഒരു ജില്ല തിരുവനന്തപുരം ജില്ലയാണെന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ്. പുതിയതായിട്ട് വന്ന 25 യൂണിറ്റുകളിൽ നിന്നും മാസിക എടുത്തു. അതോടൊപ്പം തന്നെ ശ്രീ ധനീഷ് ചന്ദ്രന്റെ സപ്പോർട്ടും ഒക്കെ വ്യാപാരി ശബ്ദം മാസിക ഇത്രയധികം കോപ്പി എത്താൻ സാധിച്ചു. ഒരു സംഘടന എന്ന് പറയുന്നത്, ആ സംഘടനയുടെ മുഖപത്രം ഒരു ചെറിയ ആഹ്വാനത്തിൽ കൂടി അംഗങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സംഘടനാ രീതി പോകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി കണക്കാക്കാം. അടിച്ചേൽപ്പിക്കാൻ സംഘടനാ സ്നേഹമുണ്ടെങ്കിൽ, സംഘടനാപര സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയധികം മാസിക തിരുവനന്തപുരം ജില്ലയിൽ ചിലവാക്കാൻ പറ്റൂ. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ജില്ലയിൽ സംഘടനാ പ്രവർത്തനമുള്ളത്, വ്യാപാരി വ്യവസായി സംഘടനാ പ്രവർത്തനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി വ്യാപാരി ശബ്ദം 10,000 കോപ്പിയധികം ചിലവാക്കിയ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. അതിന്റെ പേരിൽ എല്ലാവരും അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട വൈ വിജയൻ, വ്യാപാരി ശബ്ദം മാസികയുടെ ജില്ലയുടെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ വൈ വിജയനെ ഒരു പൊന്നാടയിട്ട് ആദരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അദ്ദേഹത്തെ ക്ഷണിച്ചു പോകുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ പ്രവർത്തനവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ കോൺക്ലേവ്. ശ്രീ ബാബു കോട്ടയിലും ശ്രീ ബാബു ഹാജിയും അടക്കമുള്ളവർ ഉദയസമുദ്ര ഹോട്ടലിൽ വെച്ച് നടത്തിയ കോൺക്ലേവ്. ആ കോൺക്ലേവില് ജില്ലയുടെ അന്നത്തെ ട്രഷറായിരുന്ന ശ്രീ ധനീഷ് ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി ആയിരുന്ന വൈ വിജയൻ, ഇവരെ രണ്ടുപേരെയും ശ്രമപരമായി ജില്ലയുടെ പ്രസിഡന്റ് പോലും അറിയാതെ സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രഥമ ക്യാമ്പായിരുന്നു.
സംഘടന എന്ന് വെച്ചാൽ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധി പങ്കെടുത്തില്ല എങ്കിൽ ഒരു സംസ്ഥാന കോൺക്ലേവായി മാറില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ രണ്ടാമത്തെ പ്രോഗ്രാമിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾ വരാൻ എല്ലാ ജില്ലകളിൽ നിന്നുമുണ്ട്. പക്ഷെ 14 ജില്ലകളിൽ നിന്നും അങ്ങനെ വേണം. വ്യാപാര സംരക്ഷണ യാത്ര വരുന്നു. ആ വ്യാപാര സംരക്ഷണ യാത്രയിൽ നിങ്ങളുടെ ജില്ല, അന്നത്തെ ജില്ലയുടെ പ്രസിഡന്റിനെ കാസർഗോഡ് ജില്ലയിൽ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വ്യാപാര സംരക്ഷണ യാത്ര വലിയ പ്രാധാന്യമാണ്. അന്ന് ബഹുമാനിപ്പോൾ ജനറൽ സെക്രട്ടറി ദേവസ്വേട്ടനുണ്ട്, അന്ന് കുഞ്ഞുണ്ട്. ഔദ്യോഗികമായി സംഘടന നേതൃത്വത്തിലുള്ളവരാണെങ്കിൽ പോലും എനിക്കെതിരെ മത്സരിച്ച ഒരു നേതാവ് എന്ന നിലയിൽ, സീനിയർ നേതാവ് എന്ന നിലയിൽ ആ പരിഗണന അദ്ദേഹത്തിനാണ് നൽകിയത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടും ആ യോഗത്തിന്റെ അധ്യക്ഷനാക്കിയത് അദ്ദേഹത്തെയാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ വരുന്നത് മുതൽ വ്യാപാര സംരക്ഷണ യാത്ര എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താം ആ തരത്തിലൊക്കെ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ശ്രീ മുഹമ്മദ് റാഫി അടക്കമുള്ളവർ ആ സമയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശങ്ങളിൽ സ്വീകരണം നടത്താൻ വളരെ കെഞ്ചി അപേക്ഷിച്ചിട്ടും അതിന് അനുവാദം തന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ശ്രീ അബ്ദുൽ ഹമീദ് വളരെ വിശ്വാസത്തോടുകൂടി ഞാൻ പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോലും ഒരു പുല്ല് വില കൽപ്പിച്ചില്ല. പുള്ളിക്ക് സംഘടനയെ തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഏതൊക്കെ രീതിയിൽ സംഘടനയെ നശിപ്പിക്കാമെന്നുള്ള രീതിയിൽ ശ്രമിച്ചപ്പോഴാണ്, അതുപോലെ തന്നെ പല പദ്ധതിയുടെയും പണം വകമാറ്റി ചെലവഴിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രിയപ്പെട്ട അന്നത്തെ ട്രഷറർ ധനീഷ് ചന്ദ്രൻ കരുത്തോടുകൂടി അദ്ദേഹം ട്രഷറർ എന്ന സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊന്നും വകവെച്ചു കൊടുക്കാതിരുന്നുകൊണ്ടാണ് ഇന്നും പദ്ധതി ഈ രൂപത്തിൽ പോകുന്നത് എന്ന വസ്തുത ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, സാമ്പത്തിക കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. സംസ്ഥാന കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്കറിയാം, സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ ശക്തി അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് നിഴലായി വർഷങ്ങളോളം പ്രവർത്തിച്ച ആള് ഞാൻ. 8 ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. എല്ലാവരും കേസിന് പോയി, വർഷങ്ങളോളം പോയി, ഒരു പ്രയോജനം ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം ഇത്ര ജില്ലാ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. ജോണി ബീച്ചിപ്പത്തിനെ പിരിച്ചുവിട്ടു, ബാബു കോട്ടയിലെ എടുത്തു, ബാബു കോട്ടയെ പിരിച്ചുവിട്ടു, വേറൊരാളെ എടുത്തു. അങ്ങനെ പലരെയും പിരിച്ചുകൊണ്ട് എടുക്കും. എല്ലാവരും കോടതിയിൽ പോകും, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അപ്പൊ സംസ്ഥാന കമ്മിറ്റിക്ക് അതിൻ്റെതായ ശക്തിയും കഴിവും ഉണ്ട് എന്നുള്ള പേരും എനിക്കറിയാം. ധനീഷ് ചന്ദ്രനെ തൊട്ടാൽ പിന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കാണില്ല. നിങ്ങൾ ധൈര്യമായി പ്രവർത്തിച്ചാൽ ഉറപ്പ് കൊടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം ചോർന്നില്ല, പിന്നീട് പണം അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അത്തരത്തിൽ കരുത്തോട് നിന്ന ധനീഷ് ചന്ദ്രനെ എത്ര അഭിനന്ദിച്ചാൽ നമുക്ക് മതി. ആ കരുത്താണ് ശ്രീ വൈ വിജയൻ ധനീഷ് ചന്ദ്രൻ ആകട്ടെ എന്ന് തീരുമാനിച്ചത്. കാരണം വൈ വിജയൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. നമുക്കറിയാം എല്ലാവരോടും സ്നേഹത്തിന് ഒക്കെ പെരുമാറുന്ന ആളാണ്. പക്ഷെ ധനീഷ് ചന്ദ്രൻ അങ്ങനല്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പാടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാൻ ഒരു മടിയില്ല. വീട്ടിൽ പോയി പറയും. അതാണ് ശ്രീ ധനീഷ് ചന്ദ്രൻ. ആ കരുത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് ശ്രീ ധനീഷ് ചന്ദ്രനെ സംസ്ഥാന കമ്മിറ്റി പിന്തുണയ്ക്കുന്നത്. തീർച്ചയായും ഞാൻ പറയുന്നു, ഈ സംഘം വെക്കുന്ന മുതൽക്കൂട്ടാണ് ധനീഷ് ചന്ദ്രൻ. തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമല്ല, ഏത് സന്ദർഭത്തിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ ധനീഷ് ചന്ദ്രൻ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ, എനിക്ക് കരുത്തുണ്ടെങ്കിൽ ഈ സ്ഥാനം ധനീഷ് ചന്ദ്രനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. കാരണം ഈ സംഘടനയ്ക്ക് കരുത്തിലായ നേതാവിനെയാണ് വേണ്ടത്. വാടാന്ന് പറഞ്ഞാൽ കൂടാന്ന് പറയുന്നത് കരുത്തുള്ള നേതാവിനെ. അതിനാൽ കരുത്തുള്ള ഏറ്റവും ശക്തനായ നേതാവാണ് ധനീഷ് ചന്ദ്രൻ. നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളോട് പിണങ്ങും, നിങ്ങളോട് കലഹിക്കും. അത് നിങ്ങളോട് വ്യക്തിവിരോധമല്ല, നിങ്ങളോടും നിങ്ങളുടെ സംഘടനയോടുള്ള സ്നേഹമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് സോഫ്റ്റ് ആയിട്ട് പറയും, പക്ഷെ പിന്നെയും പുള്ളി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കില്ല. എന്തെങ്കിലും അന്യായം പറഞ്ഞാൽ അത് പറ്റില്ല, നടക്കില്ല എന്ന് പറയും. നിങ്ങൾ പിണങ്ങരുത്. കാരണം
ഇച്ചിരിയൊക്കെ കള്ളമുള്ളവൻ ഇച്ചിരി ഒളിച്ചു വെച്ചൊക്കെ സംസാരിക്കും. അയാളുടെ മനസ്സിൽ കള്ളമില്ല, അയാളുടെ മനസ്സിൽ കളങ്കമില്ല. എന്താണ് മനസ്സിൽ തോന്നുന്നത് അതുപോലെ പറയും. അതുപോലാണ് നമ്മുടെ ദേവസ്യായിരുന്നു. എന്നോടാണെങ്കിലും ഇച്ചിരി പരിവം തന്നെ അപ്പൊ പറയും, ഞാൻ അത്രയും നല്ല ആളല്ല എന്ന് എനിക്ക് തന്നെ പറയും. കാരണം ഞാൻ ഇച്ചിരി ഒളിച്ചു വെച്ചൊക്കെ സംസാരിക്കും. എന്നതുപോലെ ഇത്രയും കരുത്തനായ പ്രിയപ്പെട്ട ധനീശ്വരനെ എന്റെ സ്വന്തം സഹോദരനായി, എന്റെ അനുജനായി, എന്റെ അച്ഛന്റെ മകനായി അടുത്തെഴുന്ന് ജനിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പൊന്നാടി അണിയിച്ച് ആദരിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേച്ചുകൊണ്ട് വളരെ വളരെ ഭക്തിയോടുകൂടി ഭഗവാൻ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട്, ശ്രീപത്മനാഭ സ്വാമി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു ഉദ്ഘാടനത്തിൽ 10 മിനിറ്റിലൂടെ സംസാരിച്ചതിന് മോശമായി. കാരണം ഇങ്ങനെ എപ്പോഴും നിങ്ങളെ ഒന്നിച്ച് ജില്ലാ കോൺഗ്രസ് അംഗങ്ങളെ കാണില്ല. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംഘടന എന്തൊക്കെ നേട്ടമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ നാളെ വെളുക്കോളം സംസാരിച്ചാലും തീരില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ബോറടിക്കും. എന്നിട്ട് 3-4 കാര്യങ്ങൾ ചുരുക്കി ഞാൻ പറഞ്ഞോളാം. നമ്മുടെ സംഘടന രൂപീകരണ കാലത്ത് 1981 CM ജോർജ് ഒരു നിവേദനവുമായി അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് VK നായരെ സമീപിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ നിവേദനത്തിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണം 1964 മുതലുള്ള സെയിൽ ടാക്സ് കുടിശ്ശിക എഴുതി തള്ളണം എന്നുള്ളതായിരുന്നു. 1964 സെയിൽ ടാക്സ് കുടിശ്ശിക പരമാവധി 50,000 രൂപ 1980 വരെ എടുക്കുമ്പോൾ. എന്ന് വെച്ചാൽ അതിന്റെ സാധനങ്ങളുടെ വില കുറവാണ്, ടാക്സ് കുറവാണ്, വിൽപ്പന കുറവാണ്. ഒരു വലിയ ഹോൾസെയിൽ കടയിൽ പോലും പരമാവധി 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ തുകയാണ്. അന്നൊരു വീട്ടു ചെലവ് 1 രൂപയോ 50 പൈസയ്ക്കാണ് 1964 കാലഘട്ടം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ 50,000 രൂപ കുടിശ്ശികയുള്ള 10,000-കണക്കിന് ആളുകളുണ്ട്. അവരുടെ വീടും വസ്തുവും അറ്റാച്ച് ചെയ്തിരിക്കുകയായിരുന്നു സർക്കാർ. അതുകൊണ്ട് അവർക്ക് വീട് വിൽക്കാൻ പറ്റില്ല, അവരുടെ അനന്തരാവകാശം കൈമാറാൻ പറ്റില്ല, ബാങ്കിൽ ലോൺ വെച്ച് ലോൺ എടുക്കാൻ പറ്റില്ല. ഈ 10,000-കണക്കിന് ആളുകളുടെ ഈ കുടിശ്ശിക എഴുതി തള്ളണം. ഒരു തരത്തിലും സർക്കാരിന് ലഭിക്കാൻ പറ്റില്ല. ഇല്ല, ആളുകളില്ല, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധരിപ്പിച്ചപ്പോഴാണ്, നിവേദനം കൊടുത്തപ്പോഴാണ് ശ്രീ നയനാർ പറഞ്ഞത്, ഈ രാജ്യത്തെ മുതലാളിമാരുടെ പണം എഴുതി തള്ളാനുള്ള സർക്കാരല്ല ഇത്. ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്, ഇത് പാവപ്പെട്ടവരുടെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ് അപമാനിച്ചിറക്കി CM ജോർജിനെ. അത് കഴിഞ്ഞ് ശ്രീ ഗോകുൽ സാഹിബ് സംഘടനയുടെ പ്രസിഡന്റായി, നസറുദ്ദീൻ സാഹിബ് പ്രസിഡന്റായി. ഇവര് മാറി മാറി. അതിനുശേഷം AK ആന്റണി, K കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ അടക്കമുള്ളവരൊക്കെ പല നിവേദന കൃത്യകൂടത്തിൽ ഇങ്ങനെ ഉൾപ്പെടുത്താറുണ്ട്. അതൊരു സ്ഥിരം പല്ലവിയാണ്. ഒരിക്കലും ഇതിന് പരിഹാരം കിട്ടിയിരുന്നില്ല. 2022 സംസ്ഥാന പ്രസിഡന്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ കാലങ്ങളിലും ഈ സംസ്ഥാന സർക്കാരിനെ എതിർത്ത് ഉള്ള സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ സമരം സെക്രട്ടേറിയറ്റ് നടത്തിയിട്ടുള്ളത് ഞാനാണ്. നിങ്ങൾക്ക് അറിയാം. കാരണം വിവിധ സംഘടനകൾ, വ്യത്യസ്ത വ്യാപാര സംഘടനകൾ, അവരുടെയൊക്കെ സമരങ്ങൾക്ക് ഉദ്ഘാടനത്തിന് എന്നെ പരമാവധി കിട്ടാൻ ശ്രമിക്കാറുണ്ട്. ഗവൺമെന്റിനെ അത് വിശദമായി വിമർശിക്കാറുണ്ട്. എന്നാൽ വിമർശനം മാത്രമായിരുന്നില്ല, സന്ദർഭോചിതമായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമ്പോൾ പരമാവധി ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ, ഗവൺമെന്റിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ പരമാവധി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഈ പഴയ സെയിൽ ടാക്സ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ് വാറ്റ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു.
അതിൽ ഹൃദയവേദന ഉളവാക്കുന്ന ശ്രീ അയ്യപ്പൻ നായരുടെ പരാതി, അതുപോലൊരു മുസൽമാനായ ഒരാളുടെ പരാതി, അങ്ങനെ പല പരാതികൾ. അതിൽ അയ്യപ്പൻ നായരുടെ പരാതി എടുത്ത് സൂചിപ്പിക്കാം. അയ്യപ്പൻ നായരുടെ പിതാവ് മരിക്കുന്ന സമയത്ത് തന്റെ 1964 45,000 രൂപ അടയ്ക്കാനുണ്ടായിരുന്ന സെയിൽസ് ടാക്സ് കുടിശ്ശിക 55 ലക്ഷം രൂപയായി വർദ്ധിച്ചു. അത്രയും പണമടച്ച് അവരുടെ ഭൂമി സർക്കാരിന്റെ അറ്റാച്ചിൽ നിന്ന് ഒഴിവാക്കാൻ വയ്യാത്ത ഒരു സാമ്പത്തിക സാഹചര്യമാണ് അവർക്കുള്ളത്. എന്നാൽ അയ്യപ്പൻ നായരുടെ പിതാവ് മരിക്കുമ്പോൾ അയ്യപ്പൻ നായരുടെ അവസാനത്തെ ആഗ്രഹമായി പറഞ്ഞത്, അവര് നേരത്തെ താമസിച്ച ഭൂമി മാറി അയ്യപ്പൻ നായർ വേറെ സ്ഥലത്ത് താമസിക്കുകയാണ്, മറ്റേ ഭൂമി ചുമ കിടക്കുകയാണ്. ആ ഭൂമി ക്ഷേത്രത്തിന് എഴുതി കൊടുക്കണം എന്നുള്ളതായിരുന്നു അയ്യപ്പൻ നായരുടെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹം. ഇപ്പൊ അയ്യപ്പൻ നായരാണ് ആ വസ്തുവിന്റെ ഉടമ. പക്ഷേ സർക്കാർ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള നടപടിയും പറ്റില്ല. തന്റെ പിതാവിന് ആത്മശാന്തി ലഭിക്കണമെങ്കിൽ ഈ ഭൂമി ക്ഷേത്രത്തിന് എഴുതി കൊടുക്കണം. അപ്പൊ അതിന്റെ കഥ എനിക്ക് വിശദമായി എഴുതി. ഇങ്ങനെ പലതും ഹജ്ജിന് പോകുന്നവരുടെ തുടങ്ങി പലതും ഇവയെല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുമായി പലവട്ടം ചർച്ച. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകതയുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും സമരം വിജയം വരെയും സമരം എന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി സമരം ചർച്ച എന്ന നിലപാടായിരുന്നു മഹാത്മജിയുടെ. കാരണം സമരവും രൂക്ഷമാവും, പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കപ്പെടും, പോലീസുകാർ വധിക്കപ്പെടും. അപ്പോൾ മഹാത്മാജി സമരം പിൻവലിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ കിട്ടാവുന്ന പരമാവധി അനുകൂലങ്ങൾ നേടിയെടുക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇന്ത്യ എന്ന് പറയുന്ന 600 നാട്ടുരാജ്യങ്ങളാണ്. സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പടപിടിക്കുമ്പോൾ അവർക്ക് വേണ്ടി രാഷ്ട്രത്തെ 600 രാജ്യങ്ങളായി പൂജിക്കപ്പെടാം. തിരുവിതാംകൂർ വേറൊരു രാജ്യമാകാം, മലബാർ വേറൊരു രാജ്യമാകാം, കൊച്ചി വേറൊരു രാജ്യമാകാം. എവിടെയാണോ പ്രശ്നരൂക്ഷമായി സമരം നടക്കുന്നത് അവർക്ക് സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച് പിന്നെ ഒരിക്കലും നമുക്ക് രാജ്യത്തെ തിരിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിക്ക് ഒരു സ്വപ്നമുണ്ടായി. എന്താണ് സ്വപ്നം? ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടൊപ്പം തന്നെ ഭാരതം എന്ന് പറയുന്ന ഭാരതാമി എന്ന് പറയുന്ന ആന്മയെ ഒരു രാഷ്ട്രമായി നമ്മുടെ കിട്ടണം, മഹാത്മജി കിട്ടണം, ഇന്ത്യയുടെ കിട്ടണം. അല്ലാതെ നമ്മൾ സമരം ചെയ്ത് വലിയ നേതാവാകാൻ ശ്രമിച്ച് അവസാനം ഛിന്ന ഭിന്നമായ തുണ്ട് കഷണങ്ങളായ 600 നാട്ടുരാജ്യങ്ങളായി പല പ്രാവശ്യം മുറിക്കപ്പെട്ട് നമ്മുടെ വീര്യം കൊണ്ട് ലോകത്തൊന്നുമല്ലാതായി തീരുന്ന അവസ്ഥ വരാതെ ഇന്ത്യ എന്ന സങ്കല്പം, ഭാരതം എന്ന സങ്കല്പം ലോകത്തിന്റെ ഒന്നാം ശക്തിയായി മാറണത്. എന്നറിയാം, നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് നരേന്ദ്രമോദിയുമായിട്ട്. പക്ഷെ ഇന്ന് നരേന്ദ്രമോദി ലോകത്ത് ആദരിക്കപ്പെടുന്ന വലിയൊരു നേതാവായി ഉയർന്നത് ഭാരതത്തെ 145 കോടി ജനങ്ങളുണ്ടായിട്ടുണ്ട്. ഭാരതം ഇത്രയും വലിയ രാഷ്ട്രമായിട്ടുണ്ട്. അപ്പൊ ആ വസ്തുത തിരിച്ചറിഞ്ഞ മഹാത്മാഗാന്ധിക്ക് പലപ്പോഴും സമരങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നത് പോലെ ഞാനും അത്തരം ചില തന്ത്രങ്ങളാണ് ശ്രീ പിണറായി വിജയനുമായി എടുത്തിട്ടുള്ളത്. ചില പ്രസ്താവനകളാണ് പിന്തുണ തോന്നിയാൽ ആ പിന്തുണയൊക്കെ നിങ്ങൾക്കുള്ള പിന്തുണയാണ്. ചില ചെറിയ പ്രസ്താവനകളാണ് നമ്മുടെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതാണ് രാജു അർച്ചനയും ഏകോപന സമിതിയുടെ അഭിമാനവും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയ ഭേദമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ നമ്മളുമായി നല്ല ബന്ധമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണോ അവിടെ ചെല്ലുമ്പോൾ അവിടെയും നമ്മൾ നല്ല ബന്ധമാണ്. നമുക്ക് വേണ്ടത് പാവപ്പെട്ട വ്യാപാരികളുടെ സംരക്ഷണമാണ്. അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നാണ്. അത്തരത്തിൽ ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 1981 തുടങ്ങി വെച്ച ആവശ്യം, കഴിഞ്ഞ 45 വർഷങ്ങൾക്ക് തുടങ്ങി വെച്ച ആവശ്യം ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി CN രവീന്ദ്രൻ വിളിച്ച് പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് 1964 മുതൽ 2017 ജൂലൈ വരെയുള്ള സെയിൽസ് ടാക്സ്, വാറ്റ്, കുടിശ്ശിക, ബേസിക് എമൗണ്ട് 50,000, അതിന്റെ യഥാർത്ഥ തുക 50, 55, 60 ലക്ഷം, 10,000-ലധികം കോടി രൂപ എഴുതിത്തള്ളാൻ തീരുമാനിച്ച് അറിയിക്കാൻ പറഞ്ഞത് അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഇതാണ് സംഘടന. നിങ്ങൾ സംഘടനയുടെ കാര്യങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടി സംഘടന പാടുപെടുന്നത് തിരിച്ചറിയണം.
ഓരോ വിഷയത്തിലും 1964 തുടങ്ങി വെച്ച സമരവും ആവശ്യവും ഉപേക്ഷിച്ചു പോകാൻ സംഘടന തയ്യാറായില്ല എന്ന് അഭിമാനത്തോട് പറയുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി ആളുകൾ മരിച്ചുപോയി, പലർക്കും അറിയില്ല. അപ്പൊ അപേക്ഷ കൊടുക്കാതെ ഇത് പിൻവലിക്കാൻ പറ്റില്ല, അതാണ് നിയമം. നോക്കിയപ്പോൾ ഭൂമിയിൽ കിടക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ പണം അതുപോലെ അവരുടെ ഭൂമിയും വസ്തുവൊക്കെ, കാരണം ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് ഇന്ദിരാഗാന്ധി മരിച്ചെന്ന് അറിയാത്ത ആളുകളുടെ രാജ്യമാണ് ഇന്ത്യ. അവസാനം വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് ചരിത്രത്തിൽ ആദ്യമായി സർക്കാരിന് ലഭിക്കാനുള്ള പണം, അതും ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇങ്ങനെ അപേക്ഷ കൊടുക്കാതെ ഒരു പിൻവലിക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല, നമുക്ക് തരാൻ ശരിക്കണം, ഇതെനിക്ക് തരാൻ നിവൃത്തിയില്ല, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഒഴിവാക്കി തരുന്നതിൽ അപേക്ഷ തരാതെ ഇത്രയും കോടി രൂപ എങ്ങനെ പിൻവലിക്കും, ഉപേക്ഷിക്കും? ഞാൻ പറഞ്ഞു, സാറേ നിയമത്തിൽ വകുപ്പുണ്ട്, സാർ എങ്ങനെ ചെയ്യണം. അവസാനം കണ്ണടച്ചുകൊണ്ട് ഒരു തീരുമാനം കൂടെ പ്രഖ്യാപിച്ചു, ആ തുകയ്ക്ക് അപേക്ഷ പോലും വേണ്ട, അത് മുഴുവൻ പിൻവലിച്ചിരിക്കുന്നു. ചരിത്രമാണിത്. ചരിത്ര വിദ്യാർത്ഥികൾ നാളെ രേഖപ്പെടുത്തുന്ന ചരിത്ര സംഭവമാണിത്. സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള പണം അപേക്ഷ പോലും കൊടുക്കാതെ 1964 തുക ഏകോപന സമിതിയുടെ പിടിക്കുമ്പോൾ കൊണ്ട് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളത്. ഡൽഹി സതീശൻ മുഖ്യമന്ത്രിയായി ഞാൻ ബന്ധപ്പെട്ടു. 2 ലക്ഷം രൂപ വരെ അത്തരത്തിൽ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രഖ്യാപനത്തിൽ പിഴയും പിഴപ്പലിശയും ഒഴിച്ച് മുതൽ മാത്രം അടച്ച് ഒഴിവാക്കാൻ തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല നമ്മൾ കൊടുത്ത നിവേദനത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരുത്തും. ഗവൺമെന്റ് വന്നിട്ടേ ഉള്ളൂ. കൂടുതൽ ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ജില്ലകളുടെ തെരഞ്ഞെടുപ്പ്, യൂണിറ്റുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി തമ്മിൽ ചർച്ച നടത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ശ്രീ വൈദ്യുതിനെയാണ് വിട്ടത്. അപ്പൊ അദ്ദേഹം ശ്രീ വൈദ്യുതിനോട് പറഞ്ഞു, ഞാൻ കൊടുത്ത കത്താന്ന് പറഞ്ഞു, അങ്ങനെ രാജ്യത്ത് നീതിപ്പിടയ്ക്കാൻ. അത്രമാത്രം വ്യക്തിപരമായ ബന്ധമാണ് മുഖ്യമന്ത്രിയുമായി നമുക്കുള്ളത്. അത് സംഘടനാപരമല്ല, വ്യക്തിപരമാണ്. ഈ കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വ്യത്യസ്ത നേതാക്കളെ കഴിഞ്ഞ 10-40 വർഷമായി പലതരത്തിൽ സഹായിക്കുകയും പലതരത്തിൽ ബന്ധപ്പെടാനും പലതരത്തിലുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് പൂർണ്ണമായി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊക്കെ പലതരത്തിൽ എന്നോട് ബന്ധപ്പെടാനും അവർക്ക് ചില ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയായപ്പോൾ പെൻഷൻ തുക 1300 വർദ്ധിപ്പിക്കുകയും പിന്നീട് 1600 വർദ്ധിപ്പിക്കുകയും ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമാണ് 1600 വർദ്ധിപ്പിച്ചത്. വ്യാപാര പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. ശ്രീ ധനീഷ് ചന്ദ്രനടക്കം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ സ്ഥിരം ബന്ധപ്പെടാറുണ്ടായിരുന്നു. പെൻഷൻ വർദ്ധിപ്പിക്കണം, നമ്മുടെ പാവപ്പെട്ട കച്ചവടക്കാരാണ്, പ്രായം ചെന്നവരാണ്, 60 വയസ്സും 70 വയസ്സും കഴിഞ്ഞവരാണ്, കച്ചവടം നിർത്തിയവരാണ്, കച്ചവടമില്ലാത്തവരാണ്. മുഖ്യമന്ത്രി ഞാൻ സുധീനും പല പ്രാവശ്യം ബന്ധപ്പെട്ടു. ഒരിക്കലും അതിന് പരിഹാരം ഉണ്ടായില്ല. 2-3 വർഷം കഴിഞ്ഞുപോയി. തോമസ് ഐസക് മാറി, ബാലഗോപാൽ വന്നു, വീണ്ടും ബന്ധപ്പെട്ടു. വീണ്ടും സെക്രട്ടേറിയറ്റ് വഴി ബാലഗോപാൽ ധനമന്ത്രിയായിരിക്കും സമരം നടത്തി. ഒരനക്കവും ഉണ്ടായില്ല. അവസാനം 2022 ഏകോപന സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം 2023 ജൂലൈ മാസത്തിൽ വ്യാപാര ക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് എനിക്കും ദേവസ്വത്തിന് അതിന്റെ ബോർഡ് മെമ്പറായി ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ 20 അധികാരം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് അതിശക്തമായി സമ്മർദ്ദം ചെലുത്തി. 1 മാസം ആ ജൂലൈ ഞങ്ങൾ നിയമിച്ചിട്ട് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തെ സംസ്ഥാനത്തെ 1 ലക്ഷത്തോളം വ്യാപാരികൾക്ക് 1300 1600 ആക്കി കൊടുക്കുക നമുക്ക് സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് സംഘടന. 3-4-5 വർഷക്കാലം 100 കണക്കിന് സമരം നടത്തിയിട്ട് ലഭിക്കാതിരുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയ അധികാരം ലഭിച്ചപ്പോൾ, ആ അധികാരം കൂടെ ഉപയോഗിച്ച് പ്രവർത്തിച്ചപ്പോൾ അതനുസരിച്ച് ഗവൺമെന്റിനെ കൊണ്ട് തിരുത്തുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് പ്രളയ ദുരിതം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് സഹായം ലഭിച്ചിട്ടില്ല. ഒരു കാലഘട്ടത്തിന് ലഭിച്ചിട്ടില്ല. വയനാട് ദുരന്തമുണ്ടായപ്പോൾ
വളരെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളെല്ലാം ഇവിടെ സംഘടിച്ചു. ശ്രീ ജ്യോതിച്ചനുസരിച്ച് ഞാനും ദേവസേനൻ അടക്കം അവിടെ എത്തി. അവിടുത്തെ കഥനകഥകൾ കണ്ടു. വേദനിപ്പിക്കുന്നു, കരളലിയിക്കുന്നുമായിരുന്നു അത്. ഓരോരുത്തർ കുട്ടികളുടെ വരെ കയ്യും കാലും ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. പൂർണ്ണമായ ശരീരമൊന്നുമില്ല. വ്യാപാര സ്ഥാപനങ്ങൾ ചെന്നപ്പോ അവിടെ ഒരു വ്യാപാര സ്ഥാപനമില്ല, എല്ലാം ഒലിച്ചുപോയി. അവിടെ ഒരു മല രൂപപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവിടുത്തെ കച്ചവടക്കാരുടെ കഥനകഥകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു തുണിക്ക് മറുതുണിയില്ല. എല്ലാം പാവപ്പെട്ട കൊച്ചു കച്ചവടക്കാരാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ കച്ചവടക്കാർക്ക് തരാൻ ഒരു സഹായം തരാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. ഇതിനൊന്നും ഒരിക്കലും കൊടുത്തിട്ടുമില്ല. അവസാനം ശ്രീ ദേവസേനനും ഞാനും ശ്രീ ഗണേശ് ചന്ദ്രനും എല്ലാം കൂടി ആലോചിച്ച് സംസ്ഥാനത്ത് ഒരു ഫണ്ട് സ്വീകരിച്ചു. ആ ഫണ്ട് ഞാനും ദേവസേനൻ അടക്കമുള്ളവർ വയനാട് ചെന്ന് ശ്രീ ജ്യോതി വിളിച്ചിട്ട്, ശ്രീ ഗണേശ് ചന്ദ്രൻ അടക്കം വൈദ്യുതി അടക്കം അവിടെ ചെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വലിയ ഹാളിൽ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ബ്ലാങ്ക് ചെക്ക് എഴുതി ശ്രീ ജോയി വയനാട് പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ഓരോ കച്ചവടക്കാരെയും വിളിച്ചു ആവശ്യമുള്ള തുക അവർ പറയുന്നത് ജനറൽ സെക്രട്ടറിയും ട്രഷററും ഒപ്പിട്ട ചെക്കിൽ എഴുതി പൂരിപ്പിച്ചു കൊടുത്തു. എല്ലാ കച്ചവടക്കാരും സന്തോഷവാന്മാരായി. അവരെല്ലാം കച്ചവടക്കാരാണ്. പ്രിയമുള്ളവരെ, പിന്നെയും നമ്മുടെ അതിനകത്ത് ആവശ്യപ്പെട്ട അനുസരിച്ച് ഇനിയും പ്രളയം ഉണ്ടാകുമ്പോൾ ആളുകളെ സഹായിക്കാൻ ഒരു ഫണ്ടുണ്ട്. അങ്ങനെ അവശേഷിച്ച് 5 കോടി രൂപയ്ക്ക് വയനാട് തന്നെ ഒരു വ്യാപാര സമുച്ചയം വാങ്ങിച്ചു. ആ പ്രമാണത്തിൽ രേഖപ്പെടുത്തി ഇത് 14 ജില്ലയിലുള്ള പാവപ്പെട്ട കച്ചവടക്കാരുടെ ഫണ്ടാണ്. നാളുകളിൽ പ്രളയവും ദുരിതമുണ്ടായാൽ ഇതിൽ നിൽക്കുന്ന വാടക ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്. ഇതാണ് സംഘടന. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തമുണ്ടാകും, അവശേഷിക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെലവഴിക്കാം. നിർത്തിയില്ല. വയനാട് ദുരന്തത്തിൽ നമ്മൾ ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ വിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ കുത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് വരെ ഒരു പ്രളയത്തിനും ഒരു ഗവൺമെന്റ് സഹായിക്കുന്നിടത്ത് മുഴുവൻ കച്ചവടക്കാർക്കും 7.5 ലക്ഷം രൂപ വീതം കൊടുക്കാൻ ചരിത്രത്തിൽ ആദ്യമായി കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ സംഘടന. ഇനി മുതൽ വ്യാപാരികൾക്ക് നിയമത്തിന്റെ പേര് പറഞ്ഞ് സഹായം തരാതിരിക്കാൻ പറ്റില്ല. കാരണം 1981 സംഘടന രൂപീകരിച്ചപ്പോൾ കേരളം 1957 രൂപ കൊണ്ടിടം മുതൽ ഇന്ന് വരെ വ്യാപാരിക്ക് ലഭിക്കാതിരുന്നത് ഈ കഴിഞ്ഞ സർക്കാരിനെ കൊണ്ട് ഓരോ കച്ചവടക്കാരനും 7 ലക്ഷം രൂപ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. അതുപോലെ നിങ്ങൾക്കറിയാം, വാടകയ്ക്ക് മേൽ GST ഏർപ്പെടുത്തിയതും GST 28% മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സമരം. ഈ അടുത്ത കാലത്ത് വാടകയ്ക്ക് മേൽ GST ഏർപ്പെടുത്തി. അതായത് നമ്മുടെ പണ്ട് GST വന്നപ്പോൾ 40 ലക്ഷം രൂപ വരെ വിറ്റുവരുന്നവർക്ക് GST അടയ്ക്കേണ്ടാകും. അതുപോലെ തന്നെ ജന്മികൾ 20 ലക്ഷം രൂപ വരെ ഉള്ള ജന്മികൾക്ക്, വാടക വരുമാനമുള്ള ജന്മികൾ, കച്ചവടക്കാരുടെ സ്ഥാപനം നടത്തുന്ന ജന്മികൾ GST അടയ്ക്കേണ്ടാകുന്ന തീരുമാനമുള്ളതാണ്. ആ തീരുമാനത്തിനെതിരെ അടുത്ത കാലത്ത് GST ഉള്ള കച്ചവടക്കാരെല്ലാം തന്നെ ജന്മികൾക്ക് GST ഇല്ലെങ്കിലും GST അടയ്ക്കണം എന്ന് തീരുമാനമെടുക്കുകയും, അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് 1.5 കോടിയിലധികം വരുന്ന ഇൻകുട്ടി കിട്ടാത്ത കോൺകോട്ടിയിലുള്ള പാവപ്പെട്ട കച്ചവടക്കാർക്ക് ആ GST തിരിച്ചിരിക്കില്ല. അതിനെതിരെ ശക്തമായ മാതൃഭൂമി പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതി 28% GST എടുത്തു മാറ്റണമെന്ന് 2017 സമരം ചെയ്തതാണ്. അത് പരിഗണിക്കാമെന്ന് നരേന്ദ്രമോദി ഉറപ്പു തന്നു. അതോടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 28% GST എടുത്തു മാറ്റണമെന്നും വാടകയ്ക്ക് മേലുള്ള GST ഇൻപുട്ട് ലഭിക്കാത്ത കച്ചവടക്കാരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമരം. മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ലേഖനം, മാതൃഭൂമി ദിനപത്രം തൊട്ടടുത്ത ദിവസം 1.5 ലക്ഷത്തിലധികം കോപ്പി പോയി എല്ലാ ജില്ലകളും. തിരുവനന്തപുരം ജില്ലയൊക്കെ ഏറ്റവും കൂടുതൽ പത്രമെടുത്ത ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. അങ്ങനെ കൂടുതൽ പത്രം 1.5 ലക്ഷത്തോളം പത്രം അധികമായി ചെലവാകുന്നു. ഇന്ത്യയിലെ മുഴുവൻ പത്രമാധ്യമങ്ങൾ അത്ഭുതപ്പെട്ടു. ഒരു ദിവസം ഒരു പത്രം മാത്രം 1.5 ലക്ഷം കോടി അധികമായി ചിലവാകുന്നു. അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഇൻപുട്ട് ലഭിക്കാത്തതും 28% എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സംസ്ഥാന പ്രസിഡന്റ് ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രം അധികമായി ചിലവായതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലയാള മനോരമ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ലേഖനം മറ്റൊരു പ്രസിദ്ധീകരിക്കുകയും ദേശീയ പത്രം 28 സംസ്ഥാനത്തെ ദേശീയ പത്രങ്ങളും ഞാനുമായി ബന്ധപ്പെടുകയും നമ്മുടെ അനുവാദത്തോടുകൂടി
28 സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം മുഴുവൻ പത്രങ്ങളിലും ഈ എഡിറ്റോറിയൽ ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, 28 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ, ധനകാര്യമന്ത്രിമാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. നിർത്തിയില്ല. പിന്നെ തിരുവനന്തപുരത്ത് രാജ്ഭവൻമാർ സംഘം സംഘടിപ്പിച്ചു. ദേശീയ പ്രസിഡന്റ് ശ്രീ ബാബുലാൽ കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ആ സമരം നയിച്ചത്. വലിയ ദേശീയ പ്രാധാന്യം സമരത്തിന് കിട്ടി. ഇന്ത്യൻ പാർലമെന്റിലേക്ക് 10,000-കണക്കിന് ആളുകളെ പാർലമെന്റുമാർ സംഘടിപ്പിച്ചു. കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എം പി, എൻ കെ പ്രേമചന്ദ്രന്റെ അടക്കം ഒരു ഡസനിലധികം എം പിമാരും നമ്മുടെ ദേശീയ നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. വലിയ ശ്രദ്ധയാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ ഇത്രയധികം ആളുകൾ ഇന്ത്യൻ പാർലമെന്റ് ഉപയോഗിക്കാൻ എത്തിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. ഈ സമരം ഗവൺമെന്റ് ഇന്ത്യയിൽ മുഴുവൻ കത്തിപ്പടരും. കേന്ദ്ര ഗവൺമെന്റ് നയം മാറ്റും അസരിത്രമായി പ്രഖ്യാപിച്ചു. ഒരിക്കൽ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയധികം മലയാളികൾ ഇന്ത്യൻ പാർലമെന്റ് ഉപയോഗിക്കുന്നതിന് ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ പ്രാധാന്യമാണ് ദേശീയ പത്രം നൽകിയത്. പ്രിയമുള്ളവരെ, ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ അടിയന്തര GST കൗൺസിൽ കൂടുകയും ആ കൗൺസിൽ യോഗത്തിൽ വാടകയ്ക്ക് മേൽ ഇൻപുട്ട് ലഭിക്കാത്ത 1.5 കോടി രൂപ വരുന്ന കച്ചവടക്കാരുടെ GST എടുത്തു കളഞ്ഞു. 145 കോടി ജനങ്ങൾ വരുന്ന രാജ്യത്ത് വെറും 10 ലക്ഷം വ്യാപാരികൾ മാത്രമുള്ള നമ്മൾ ചെയ്ത സമരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് മുട്ടുമടക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കേവർക്കും അഭിമാനിക്കാം. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നിയന്ത്രിക്കാൻ കപ്പാസിറ്റിയുള്ള പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ GST കൗൺസിൽ കൂടി നമ്മൾ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ആവശ്യമായ 28% GST എടുത്തു കളഞ്ഞു. 5, 12, 18, 28 എന്ന സംഖ്യ 5-ആയും 18-ആയും ചുരുക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1971 ശേഷം സാമ്പത്തിക രംഗത്ത് ഇത്രയും വിപ്ലവം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, 28,000 രൂപ ടാക്സ് അടച്ച സാധനങ്ങൾക്ക് ഒരു 5,000 രൂപയ്ക്കും 18,000 രൂപയ്ക്കും മാറി. അത്ഭുതകരമായ സംഭവം. അത്തരമൊരു സവിശേഷത ഇന്ത്യയിലെ വ്യാപാരി സമൂഹത്തെ അഭിമാനകരമായ നിമിഷമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യുകയും ഞാൻ മുഖ്യപ്രഭാഷണം നടത്തുകയും അവിടെ ധനമന്ത്രി അത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തെടുത്ത് ഇന്ത്യയുടെ ധനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായ കാര്യങ്ങൾ ഒരു മണിക്കൂറോളം പ്രസംഗിച്ചു. പ്രസംഗത്തിൽ പ്രധാനമായി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളെ മുഖവിലക്കെടുക്കാറില്ല. എന്നാൽ വ്യാപാര സംഘടന, ഭാരത ഉദ്योग വ്യാപാര മണ്ഡലം അടക്കമുള്ള സംഘടനകൾ നടത്തിയ സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നും അത് ഗവൺമെന്റ് തിരുത്തേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ 28% GST എടുത്തു കളഞ്ഞെന്നും അതിൽ വ്യാപാരി വ്യവസായ ഏകോപന സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതായി അടക്കം 15 മിനിറ്റോളം സമയം ശ്രീ നിർമ്മല സാർ, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, അത് എവിടെ വെച്ച് കോയമ്പത്തൂരിൽ വെച്ച് എവിടെ പ്രസംഗിക്കുന്ന ഇന്ത്യയിലെ 5,000-ഓളം വരുന്ന വ്യാപാര പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഏക വ്യാപാര പ്രതിനിധി ഞാനാണ്. അങ്ങനെ ആ 5,000-ഓളം വരുന്ന ആളുകൾ മുഴുവൻ ഒന്നടങ്കം എഴുന്നേറ്റ് കൈയടിച്ചു എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം കേരളത്തിൽ അല്ല നടന്നെങ്കിൽ പോലും കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ പത്രലേഖകളുള്ള സ്ഥിതിക്ക് മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള 28 സംസ്ഥാനങ്ങളിലും അന്ന് ഉദ്ഘാടനം ചെയ്ത നിർമ്മലാ സീതാരാമന്റെ പടമല്ല അടിച്ചു വന്നത്, അവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ രാജു അപ്സയുടെ പടമാണ് അടിച്ചു വന്നത് സംഭവമാണ്. ഒരു ഇന്ത്യൻ ധനകാര്യമന്ത്രി പ്രസംഗിക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അവിടെ മുഖ്യമന്ത്രിയെ പണം അടിച്ചു വരാറില്ല. അതിൽ നിന്ന് മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന വിപ്ലവകരമായ മാറ്റത്തിന് ഇന്ത്യയിലെ വ്യാപാര സംഘടനയുടെ ശക്തമായ കരുത്തായ ശക്തിയാണ് എന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രികൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം എന്ന് അഭിമാനത്തോട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ടി നസറുദ്ദീന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു.